നിങ്ങൾക്കറിയുന്ന പോലെ മഞ്ഞ് എന്ന മനോഹരമായ എം.ടിയുടെ നോവലിൽ ആധികാരികമായ ഒരു മനഃശാസ്ത്ര പഠനം നടത്തിയ ആളാണ് പ്രശസ്ത എഴുത്തുകാരനായ എം.എ. റഹ്മാൻ. മഞ്ഞിലെ മാനസിക സമസ്യകൾ എന്ന പേരിൽ അദ്ദേഹം ചില ആനുകാലികങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നു. എം.ടിയെക്കുറിച്ച് വളരെ കൂടുതൽ ആഴത്തിൽ പഠിച്ചിട്ടുള്ള എഴുത്തുകാരൻ കൂടിയായ എം.എ. റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗമുണ്ടായ വേളയിൽ പ്രതികരിക്കുകയാണ്. റഹ്മാൻ, എനിക്കറിയാം റഹ്മാന് വളരെ അടുപ്പമുള്ള ഒരു എഴുത്തുകാരനായിരുന്നു എം.ടി എന്ന്. മാത്രമല്ല മഞ്ഞൊക്കെ ഇത്രയും മനോഹരമായിട്ട് ഒരു അക്കാഡമിക് പഠനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ആഴത്തിൽ പഠിച്ച ഒരാളാണ് റഹ്മാൻ എങ്ങനെയാണ് എം ഡിയുമായിട്ടുള്ള സൗഹൃദം ഓർമ്മിച്ചെടുക്കുന്നത്? എന്റെ എം ടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ നാലുകെട്ട് എന്ന പുസ്തകം വായിച്ചപ്പോഴുള്ള അനുഭവത്തിൽ നിന്നാണ്. അപ്പൊ നാലുകെട്ടിന്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. കാരണം അതായത് നായർ സമുദായത്തിന്റെ പതനം എന്നുള്ള ഹംഫ്രിയുടെ പ്രസിദ്ധമായ പുസ്തകം ഉണ്ടല്ലോ. അതെ. അതൊക്കെ നമുക്ക് അങ്ങനെ കൂടുതൽ ദഹിച്ച ഒരു പുസ്തകമല്ല അന്നത്തെ പ്രായത്തില്. ആ സമയത്താണ് നാലുകെട്ട് എന്നുള്ള നോവൽ വായിക്കുന്നത്. അപ്പൊ നോവലിൽ അത് വളരെ എംപരിക്കലായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നുന്നത് ആ നോവലിലെ ആ വീട് തറവാട് പൊളിച്ചിട്ട് അതിന് പകരം നല്ല ആരോഗ്യമുള്ള കൊച്ചു വീടുണ്ടാക്കുന്ന ഒരു എം ടി ഉണ്ടല്ലോ. ആ എം ടി ആണ് ആധുനിക മലയാളി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഒരു പ്രത്യേക പ്രമുഖ സമുദായത്തിന്റെ തീമിൽ നിന്നെടുത്ത് അദ്ദേഹം പൊതുസമൂഹത്തിന്റെ തീമാക്കി മാറ്റിയതാണ് ഈ നാലുകെട്ട് എന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ എംഫിൽ പഠനത്തിന് തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് എം ടിയുടെ മഞ്ഞ് എന്നുള്ള പുസ്തകം ഒരു മനഃശാസ്ത്ര പഠനത്തിനായിട്ട് എൻ്റെ ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള ഡോക്ടറും രാമചന്ദ്രൻ നായർ എന്നോട് പറയുന്നത്. അങ്ങനെ ആ നോവൽ നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ BA പഠിക്കുന്ന കാലത്ത് നമ്മൾ വായിക്കുന്ന നോവലുകൾ, കഥകൾ അന്നൊക്കെ നമ്മൾ സാർത്രും പിന്നെ കാമും ഒക്കെ വായിച്ച ആളുകളാണ്, BA ഇംഗ്ലീഷ് ആയതുകൊണ്ട്. അപ്പൊ ആ ചർച്ചയ്ക്കിടയിൽ വരുന്ന മലയാള നോവലുകളിൽ മലയാളിയുടേതായ ഒരു മലയാളിത്വമുള്ള ഒരു എഴുത്ത് അല്ലെങ്കിൽ കഥാപാത്രം എന്ത് എന്ന് നമ്മൾ പിന്നെ ചിന്തിക്കാനുള്ള ഒരു കാരണം ഉണ്ടാകുന്നു. അങ്ങനെ ആ ചിന്തയിൽ നിന്ന് നമുക്കാദ്യം വേലായുധനെ കിട്ടുന്നു. MT വാസുദേവൻ നായരുടെ വേലായുധൻ എന്ന് പറയുന്ന ഒരു ഭ്രാന്തനാണ്. അപ്പൊ അതുവരെ മലയാള കഥയിൽ ഈ രോഗിയായ ഒരു കഥാപാത്രം എന്നുള്ളത് ഒരു സമ്പൂർണ്ണ കഥാപാത്രമായിട്ട് വരുന്നില്ല. രണ്ടാമത്തത് ഈ പിന്നെ കുട്ടിയേട്ടത്തി എന്നുള്ള ആ സഹോദരിയാണ്. കുട്ടിയേട്ടത്തി എന്നുള്ള സാധാരണ സൗന്ദര്യ സങ്കല്പം ഉള്ള ഒരു മലയാളി ഉണ്ടല്ലോ, ആ മലയാളിയെ തച്ച് തകർക്കുന്നതാണ് ആ കുട്ടിയേട്ടത്തിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പൊ രോഗം എന്നുള്ള ഒരവസ്ഥ നമ്മുടെ കഥകളിലും നോവലുകളിലും എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ ഒരു അന്വേഷണം ഞങ്ങള് ആ BA കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അത് പിന്നീട് മഞ്ഞിലേക്ക് എത്തിയപ്പോൾ എം എ കഴിഞ്ഞ് എംഫിലിന് എത്തിയ സമയത്ത് അതിൽ ബുദ്ധു എന്നുള്ള ഒരു കഥാപാത്രം വരുന്നു. ആ ബുദ്ധു എന്നുള്ള കഥാപാത്രം ഇന്ന് നമ്മൾ പറയുന്ന ഭിന്നശേഷി കഥാപാത്രമാണ്. അത് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലും അതുപോലുള്ള ഒരു കഥാപാത്രം ഉണ്ട്. പക്ഷെ ആ കഥാപാത്രം ആഘോഷിക്കപ്പെടുന്ന പോലെയല്ല മഞ്ഞിലെ ബുദ്ധു വരുന്നു. ബുദ്ധു ഒരാളെ കാത്തിരിക്കുകയെന്ന്. അപ്പൊ ആ കാത്തിരിക്കലിന്റെ ഒരു രാഷ്ട്രീയവും അതിന്റെ ചരിത്രപരതയും ആ നോവലിന്റെ അകത്ത് കൃത്യമായി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ ഈ രോഗാതുരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ് ഞാനതിനെ പിന്നെ പഠനത്തിൽ കൈകാര്യം ചെയ്തത്. അതിനുശേഷം നമ്മൾ കേരളത്തിലുണ്ടാകുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ എഴുത്തുകാരുടെ പിന്നെ നിയോഗം എന്താണെന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. MT എപ്പോഴും സൈലന്റ് വാലി സംഭവത്തിൽ MT ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ചാലിയാറിന്റെ പ്രശ്നമായാലും അതിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്ലാച്ചിമട ആയാലും അതിലും ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു കാസർഗോഡ് എൻഡോസൾഫാൻ പ്രശ്നം. ആ പ്രശ്നത്തിലും അതിനു മുമ്പ് തന്നെ പെരിങ്ങോം ആണവ നിലയത്തിന്റെ പ്രശ്നത്തിലും അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹം കാസർഗോഡ് വന്നു. എൻഡോസൾഫാൻ രോഗികളെ സപ്പോർട്ട് ചെയ്യേണ്ടതിലേക്കുള്ള ആഹ്വാനവും നടത്തിയിട്ട് അദ്ദേഹം പോകുന്നു. അപ്പൊ അതിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് വളരെ പേഴ്സണലായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ആരോഗ്യം ഇല്ലാത്ത ഒരു കുട്ടിയെ, അതായത് ഒരു ഓപ്പറേഷൻ ആവശ്യമുള്ള ഒരു കുട്ടിയുടെ അമ്മ വലിയ ദുഃഖത്തിൽ കഴിയുമ്പോൾ ആ അമ്മക്ക് ഒരു 25,000 രൂപയുടെ ചെക്കുമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ആ ഓപ്പറേഷൻ നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അത് വളരെ പ്രായോഗികമായ ഒരു സംഗതിയാണ്. ഒരു എഴുത്തുകാരനാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ആക്ടിവിസം എന്ന് പറയുന്നത്
വെറുതെ പ്രസംഗമല്ല, അത് പ്രാവർത്തികമായിട്ട് ചെയ്യുന്നതാണെന്ന് കാണിച്ചു തന്ന ഒരു അളന്ന നിലയിലാണ്. ആ ഓക്കെ രീതിയിൽ തന്നെയാണ് ഓക്കെ ഞാൻ ഈ ആ ഡോക്യുമെന്ററി വരുന്നതും. അതായത് കുമരനെല്ലൂരിലെ കുളങ്ങൾ ലേഖനം വന്നപ്പോൾ ഞാനത് ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഉടനെ സമ്മതിച്ചു. പിന്നെ 3 വർഷങ്ങളെടുത്ത് ഞങ്ങളത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അത് അതൊരു ഒരു ആക്ടിവിസ്റ്റിന്റെ പ്രാവർത്തികമായ സംഗതികളെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. ഇതാണ് ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്നാണ് ഓക്കെ പറയാൻ ഓക്കെ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ താങ്ക് യു എം എ റഹ്മാൻ. എനിക്ക് ആ കാലം ഓർമ്മയുണ്ട്. ഞാനും അവിടെ എം ഫിൽ പഠിക്കുന്ന സമയത്താണ് റഹ്മാൻ ഈ മഞ്ഞിലെ മാനസിക സമസ്യകൾ എന്ന രീതിയിലുള്ള ലേഖന പരമ്പര തയ്യാറാക്കിയതും അത് എം ഫിലിൻ്റെ ഭാഗമായുള്ള ഡെസർട്ടേഷനായി സമർപ്പിച്ചതും.